പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, രണ്ടാഴ്ചയായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, പരിശുദ്ധ റമളാനിന് മുമ്പായി ഒരുങ്ങുന്ന ഒരുക്കങ്ങളോടൊപ്പം സ്വഹാബത്തുൽ കിറാം ശ്രദ്ധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ നിഅമത്താകുന്ന ധനം, സമ്പാദ്യം, അതിൽ നിന്നും നിശ്ചിത വിഹിതം നിർബന്ധമായി നമുക്കുമേൽ ബാധ്യതയാകുന്നതാണ്. അതിന്റെ അവകാശികളായി നമുക്ക് ചുറ്റുമുള്ള വേണ്ടപ്പെട്ടവരും അയൽവാസികളും ഒക്കെയായ അർഹരായ ആളുകളെ കണ്ടെത്തി അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിപാവനമായ റമളാൻ എത്തുന്നതിന് മുമ്പ് സ്വഹാബത്ത് ശ്രദ്ധിച്ചിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ സഹായം കിട്ടിക്കഴിഞ്ഞാൽ പുണ്യമായ റമളാനിലെ ഒരു നോമ്പ് പോലും നഷ്ടപ്പെടുത്താതെ, ഒന്നുപോലും വിട്ടുപോകാതെ റാഹത്തായി നോമ്പനുഷ്ഠിക്കുവാൻ അദ്ദേഹത്തിന് അതൊരു സഹായകമായി മാറുന്നു. മനസ്സിന് എന്തെന്നില്ലാത്തൊരു സമാധാനം ലഭിക്കുകയാണ്, നിർവൃതി ഉണ്ടാവുകയാണ്. അതിന് ഈ സഹായം ഒരു മനുഷ്യനെ സഹായിക്കുന്നുവെങ്കിൽ അതിന് നേരത്തെ കൂട്ടി തയ്യാറെടുത്ത് അത് നൽകേണ്ടതുപോലെ നൽകിയിരിക്കണം. നൽകുവാൻ ബാധ്യതയുള്ള ആളുകൾ മുൻകൂട്ടി തന്നെ അത് കണക്കാക്കി നേരത്തെ കൊടുക്കണം. സകാത്ത് എന്ന നിർബന്ധമായ ബാധ്യത പരിശുദ്ധ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫർള്, അത് വർഷമാകുമ്പോൾ, സമയമാകുമ്പോൾ, നിശ്ചിത സമയപരിധി അല്ലെങ്കിൽ അളവെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നൽകപ്പെടേണ്ടതാണെങ്കിൽ ആ നൽകപ്പെടുവാനുള്ള അളവ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ നിർബന്ധമാകുന്നുവെങ്കിൽ സമയം ആകുന്നത് വരെയും കാത്തിരിക്കണം എന്നൊന്നുമില്ല. ഒരല്പം നേരത്തെ, ഒരു 5 ദിവസം 10 ദിവസം മുമ്പ് ഏറ്റവും അർഹനായ ഒരു മനുഷ്യൻ മുമ്പിലെത്തിയാൽ അവർക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഉലമാക്കളുടെ പക്ഷം. പരിശുദ്ധ റമളാൻ എത്തുന്നതിന് മുമ്പ് സ്വഹാബത്ത് ശ്രദ്ധിച്ചിരുന്നത് അക്കാര്യം കൊണ്ടാ. ലിയതഖവ്വാ ബിഹൽ ലഈഫ് വൽ മിസ്കീൻ അലാ സിയാമി ശഹ്രി റമളാൻ. പരിപാവനമായ വിശുദ്ധമായ റമളാൻ മാസം എത്തുന്നതിന് മുമ്പ് തന്നെ ആ റമളാൻ മാസത്തിന്റെ നോമ്പനുഷ്ഠിക്കുവാന്, അതിനവർക്ക് ശക്തി പകരുവാന് സകാത്തിന്റെ മുതൽ നൽകേണ്ടവർ അത് കണക്ക് നോക്കി നൽകുമായിരുന്നുവെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കഴിഞ്ഞയാഴ്ചയും അതിനു മുമ്പും പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം നിർബന്ധമാക്കി 5 കാര്യങ്ങളിൽ മൂന്നാമത്തെ അതിപ്രധാനമായ അമലാണ് സക്കാത്ത്. ആ സക്കാത്ത് ഐച്ഛികമല്ല, സക്കാത്ത് നിർബന്ധമാണ്. സക്കാത്ത് നിർബന്ധമാണ്, നിർബന്ധമാ. അതിന് അർഹതയുള്ള, നൽകുവാൻ ബാധ്യസ്ഥനായ ഏതെങ്കിലും ഒരു മനുഷ്യനത് നൽകാത്ത അവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ആ ധനത്തിന് അള്ളാഹു സർപ്പമായിട്ട് മാറ്റുകയാണ്. ആ മനുഷ്യനെ ഉപദ്രവിക്കുന്ന, അവനെ കൊത്തി പരിക്കേൽപ്പിക്കുന്ന ഭീകരമായ സർപ്പമായതിന് രൂപകൽപ്പന ചെയ്യപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ സർപ്പം അവനെ ആഞ്ഞാഞ്ഞു കൊത്തിക്കൊണ്ട് അവനോട് പറയും, ഹാദാ മാലുക ഹാദാ കൻസുക. നീ ശേഖരിച്ചു വെച്ച, നീ സൂക്ഷിപ്പധനമായി സൂക്ഷിച്ചു വെച്ച പാവങ്ങളുടെ അവകാശമാകുന്ന സക്കാത്തിന്റെ മുതലുണ്ടല്ലോ, ആ മുതലാണ് ഇന്ന് നിന്റെ മുമ്പിൽ ഈ രൂപത്തിൽ നിന്റെ മുമ്പിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നീ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞവൻ ആഞ്ഞാഞ്ഞു കൊത്തുകൊടുത്തവനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുന്നതിനും എത്രയോ അപ്പുറമായ ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും. തന്റെ സമ്പത്ത്, നാം ഒരുക്കി വെച്ച, നാം സൂക്ഷിച്ചു വെച്ച ധനം, ആ ധനം നമുക്കെതിരെ മാറുന്ന ഒരു കാലം വരുമെങ്കിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ധനത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതിന്റെ അവകാശം അവനുള്ളതല്ല, അവന് മിൽക്കിയത്ത് മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യൻ അവന്റെ സ്വത്ത്, തന്റെ ധനം, തന്റെ പണം, തന്റെ ധനം എന്ന് പറയുമ്പോ വാസ്തവത്തിൽ മനുഷ്യരാകുന്ന നമുക്ക് ഈ സൃഷ്ടിപ്രപഞ്ചത്തിലുള്ള ഏതൊരു ജീവജാലത്തിന്റെ ചരിത്രം എടുത്താലും ശരി, ആർക്കെങ്കിലും തന്റേതെന്ന് പറയാൻ കഴിയുന്ന, എന്താണ് ഈ ഭൂലോകത്ത് പറയാൻ കഴിയുക? എന്താ നമുക്കുള്ളത് ഈ ദുനിയാവിൽ? നമ്മുടേതായിട്ട് പറയാൻ നമുക്ക് എന്താണുള്ളത്? അള്ളാഹുവിന്റെ ഈ ഭൂലോകത്തുള്ള അനുഗ്രഹങ്ങൾ, പടച്ച റബ്ബിന്റെ സൃഷ്ടികൾ, അതിന്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടല്ലാതെ ഈ പ്രകൃതിയിലെ ഒരു ജീവിയും ജീവിക്കുന്നില്ല. ഏത് സൗഭാഗ്യമെടുത്താലും, ഏത് സന്തോഷമെടുത്താലും, ഏത് അനുഗ്രഹം എടുത്താലും അതിന്റെ ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്, സൃഷ്ടാവ് മാത്രമാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ മിൽക്കിയത്ത് അതിന്റെ നിർമ്മാതാവിനും അതിന്റെ ഏറ്റവും പ്രധാനമായ ഇതിന്റെ മുതൽ മുടക്കിയ വ്യക്തിയാണെന്ന് നമ്മൾ ധരിക്കുമ്പോ പരിശുദ്ധ ഇസ്ലാമും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സർവമാന ചരാചരങ്ങളുടെ വസ്തുക്കളുടെ, ജീവജാലങ്ങളാകട്ടെ ജീവേതര വസ്തുക്കളാകട്ടെ, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാ.
ആ പടച്ചവനാണ് ഇതിന്റെ യഥാർത്ഥ അധികാരി. വമാ ബികും മിൻ നിഅമ വമാ ബികും മിൻ നിഅമ ഫമിനല്ലാഹി സുമ്മ ഇദാ മസ്സകുമുൽ ളുറ ഫഇലൈഹി തജ്റഊൻ. സകാത്തിന്റെ കാര്യം പറയുമ്പോ, സ്വതഖയുടെ കാര്യം പറയുമ്പോ പരിശുദ്ധ ഖുർആൻ സകാത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ച പദങ്ങൾ, അതിന്റെ ഗൗരവം പറയാൻ, അതിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്, ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ ശ്രദ്ധിച്ച ഭാഗങ്ങളിലെല്ലാം അധിക സ്ഥലങ്ങളിലും ഉപയോഗിച്ചത് സ്വതഖ എന്ന പദത്തിലൂടെയാണ്. സ്വതഖ എന്നാൽ സത്യസന്ധത എന്ന് പറയുന്ന സിദ്ഖ് എന്ന പദവുമായി ബന്ധപ്പെട്ടതിന്റെ മറ്റൊരു വകഭേദമാണ് സിദ്ഖ്, സദഖ. സ്വതഖ സ്വാദിഖീകുനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ സത്യസന്ധരായ ആളുകളോടൊപ്പം പെടണം, സ്വാദിഖീങ്ങളോടൊപ്പം പെടണം. സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, സ്വാദിഖീങ്ങൾ എന്നാ പറയാ. അല്ലാഹുവിന്റെ അമ്പിയാക്കളോടൊപ്പം, മൗലിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം പെടുത്തണം എന്ന് പറഞ്ഞാൽ, ഈ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവും റസൂലും പറഞ്ഞതിനെ എല്ലാം വാസ്തവീകരിക്കുക എന്നാണ്. സത്യസന്ധരായ ആള് എന്നാണ്. സത്യം പറയുന്നതിനും പറയും, അതുപോലെ ഉള്ളുകൊണ്ട് സത്യത്തിനെ വാസ്തവീകരിക്കുന്നതിനും പറയും. ഈ പദമാണ് പരിശുദ്ധ ഖുർആൻ സകാത്ത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പറഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. സിദ്ഖ് എന്ന പദം സ്വതഖ എന്ന പദമാണ്. ആ സ്വതഖ എന്ന പദം അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു വിശ്വാസിയോട് പറയുമ്പോ അത് ഒരു വിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യതയാണ്, അംഗീകരിച്ചേ മതിയാവും. വമാ ബികും മിൻ നിഅമ വമാ ബികും മിൻ നിഅമ. എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഒരു മനുഷ്യനോട് അർഹതയുള്ള ബാധ്യസ്ഥനായ ഒരു മനുഷ്യനോട് താങ്കൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ, താങ്കൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണോ അല്ലെങ്കിൽ അല്ലേ എന്ന് ചോദിച്ചാൽ താൻ ആണോ എന്നതിൽ വീണ്ടും ഒന്നുകൂടെ ആലോചിക്കണമെന്ന് മടിയോടുകൂടി കൊടുക്കാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആളുകളോടൊപ്പം പെടാൻ പാടില്ല. നമ്മൾ കൊടുക്കരുത്. പിശുക്കന് കഞ്ഞി വെക്കുന്ന ആളുകളാകരുത് വിശ്വാസികൾ. പിശുക്കന് കഞ്ഞി വെക്കുന്ന ആളുകളുണ്ട്. പിശുക്കൻ കൊടുക്കാതിരിക്കാൻ എന്തെല്ലാമാണ് വഴികളെന്ന് ചോദിച്ച് അതിന് മസല ചോദിച്ച് വന്നേക്കാം. കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കാതിരിക്കാൻ. തന്റെ ആസ്തി അറിയാതിരിക്കാനും അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇനി ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന വല്ല മസല ഉണ്ടോന്ന് ചോദിച്ചുകൊണ്ട് വരും. അവരോടൊപ്പം വിടാൻ പാടില്ല. എന്തിനാ ഇങ്ങനെ പിടിക്കുക? എന്തിനാ മനുഷ്യന് ഇതിൽ ഇത്ര മാത്രം വലിയ കടുംപിടുത്തം കാണിക്കേണ്ടത് എന്താ? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്ത ധനം, പടച്ച റബ്ബ് അവന് സ്വയത്തമാക്കുവാൻ സൗഭാഗ്യങ്ങളൊക്കെ അവന് കീഴ്പ്പെടുത്തി കൊടുത്ത ധനം, ആ ധനത്തിൽ ഇത്രയും വലിയ ആർത്തി കാണിച്ച് അതിനെ പിടിച്ചു വെക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്? എന്താണ് അതിന്റെ അധികാരം അവനതിൽ എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനോട് പറയാം, നിനക്ക് എന്തുണ്ടെങ്കിലും ശരി, അത് ധനമാകട്ടെ, ആരോഗ്യമാകട്ടെ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, ഇതൊക്കെ നിന്റേതാണോ? നിന്റേതാണോ? എന്നോട് നിങ്ങളോടും ചോദിക്കുക, ഇത് നിന്റേതാണോ എന്ന് പടച്ചവൻ നമ്മളോട് ചോദിക്കുക. എനിക്കുള്ള ആരോഗ്യം, എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, ഇത് കേൾക്കാനുള്ള കഴിവ്, അത് ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളാതിരിക്കാനുമുള്ള കഴിവ്, ഇത് നമ്മുടേതാണോ? അല്ല എന്നാണ് അള്ളാഹുവിന്റെ വചനം. നമ്മുടേതല്ല. നമുക്ക് ലഭിച്ചത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. അല്ലാഹ് പറയാ, വമാ ബികും മിൻ നിഅമ. നിങ്ങൾക്ക് ലഭിച്ച ഏതൊരു അനുഗ്രഹമാകട്ടെ, അത് പണമാകട്ടെ, ധനമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമയമാകട്ടെ, സമ്പത്താകട്ടെ, ഏതുമാകട്ടെ, ഫമിനല്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നുമാണ്. അത് അള്ളാഹുവിൽ നിന്നുമാ. ദുനിയാവിലേക്ക് ജനിച്ചു വീണപ്പോ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുമ്പോ നമ്മോടൊപ്പം പിറന്നു വീണ എല്ലാ മനുഷ്യരും ഇതുപോലെയല്ല. ഈ ഉള്ളവനോടൊപ്പം പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ചാരിറ്റി വില്ലേജ് എന്നൊരു സ്ഥാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. റാഹത്തായി നല്ല ആരോഗ്യത്തോടെ ജീവിച്ച നൂറുകണക്കിന് മനുഷ്യർ ഇന്നവരൊന്നുമല്ലാത്ത കോലത്തിലാ. നല്ല നല്ല രാജകീയമായി ജീവിച്ചവരുണ്ട്. നന്നായിട്ട് ജീവിക്കുന്നവരെക്കാലവും ഇങ്ങനെ ഇരിക്കുമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ ജീവിക്കാൻ അവസരം കിട്ടിയത് ഏതെങ്കിലും ഒരു മുൻ കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്നോ ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ജന്മം തരുമ്പോ അതേ ദിവസം അതേ സമയം എവിടെയോ ഏതോ വീടുകളിൽ ഏതോ കുടുംബങ്ങളിൽ പിറന്ന എത്രയോ മനുഷ്യർ ഇന്ന് നമ്മെപ്പോലെ ജീവിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല. നമ്മെപ്പോലെ ധനശേഖരണം നടത്താൻ അവസരം കിട്ടിയില്ല. നമ്മെപ്പോലെ പഠിക്കാനും സമ്പാദിക്കാനുമുള്ള കഴിവുണ്ടായിട്ടില്ല. അവർക്കുണ്ടായ നഷ്ടത്തിന്റെ ഉത്തരവാദി ആരാ? ആരാണ് അവരെ അങ്ങനെ സൃഷ്ടിച്ചത്? ആരാ നമ്മെപ്പോലെയും സൃഷ്ടിച്ചത്?
വമാ ബികും മിൻ നിഅമ ഫമിനല്ലാഹ്. എന്തുണ്ടെങ്കിലും ശരി അല്ലാഹുവിൻ്റെതാണ്, അത് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ളതാ. വലിയൊരു സമ്പന്നനായ മനുഷ്യൻ, വലിയ ധനം അള്ളാഹു കൊടുത്തൊരു മനുഷ്യൻ, ആ മനുഷ്യൻ സക്കാത്ത് നൽകുവാൻ അർഹതയുള്ളവനാണ്, ബാധ്യസ്ഥനാണ്. ആ മനുഷ്യനോട് ആരെങ്കിലും പോയി പറയാണ് താങ്കൾ സക്കാത്ത് കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ സക്കാത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ലേ എന്ന് പറയുമ്പോ, ഉദാഹരണത്തിന് അയാൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഞാൻ എന്തിനാ കൊടുക്കേണ്ടത്, എന്റെ പണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ പഠിക്കാൻ പോയി, ഞാൻ പരീക്ഷ പാസ്സായി, ഊണുമുറക്കവും കഴിഞ്ഞിരുന്ന പരീക്ഷയ്ക്ക് പാസ്സായി, അങ്ങനെ നേടിയെടുത്ത ജോലി, ഉദ്യോഗം, രാപകൽ അധ്വാനിച്ച് നേടിയെടുത്ത ജോലിയിലൂടെ, ബിസിനസ്സിലൂടെ ഊണുമുറക്കമില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ധനം, അത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താ, എന്തിന് നാം കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഭൂരിപക്ഷവും അക്കൂട്ടത്തിലാണ്. സ്ത്രീകൾ അതിൽ വലിയ സപ്പോർട്ടർമാരുമാണ് കുടുംബങ്ങളിൽ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ പറയുന്ന മനുഷ്യനോട് തിരിച്ച് ഒരു 100 ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അവനോട് ചോദിക്കുക, ഓക്കെ, നിന്റെ കയ്യിലുള്ള ധനം നീ പഠിച്ചതാണ്, നിന്റെ ഉദ്യോഗം കൊണ്ട് കിട്ടിയതാണ്, നിന്റെ ശമ്പളമാണ്, നിന്റെ ബിസിനസിന്റെ വളർച്ചയിൽ കിട്ടിയതാണ്. ഈ ബിസിനസ്സിലൂടെ വളർന്ന് നീ ഇതെല്ലാം നേടുമ്പോ നിന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഇതെല്ലാം നേടിയത് നിനക്ക് പറയാൻ കഴിയോ? ഒരു വലിയ ധനാഢ്യനായ മനുഷ്യന്റെ അവന്റെ അധീനതയിൽ എത്തിച്ചേർന്ന കോടാനുകോടികളുടെ ആസ്തി, ആ കോടാനുകോടികളുടെ ആസ്തി എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി? ഒന്നാമത്, അവൻ ജനിച്ചു വീഴുമ്പോൾ അവന്റെ ജന്മം തന്റെ സമൂഹത്തിൽ ജീവിക്കുന്ന ആയിരക്കണക്കായ മാനസിക രോഗികളായ ഒരു മനുഷ്യനായി പോകുന്ന ആ ഒരവസ്ഥയിലാണ് ജനിച്ചതെങ്കിൽ ഇത് പറയാനെന്നവനുണ്ടാകുമോ? ബുദ്ധിസ്ഥിരതയില്ലാത്തവർ ജനിച്ച് പിറന്നു വീണ് പിച്ച വെക്കും മുമ്പ് തന്നെ കിടപ്പിലായി പോയ ഒരാളായി മാറിയിരുന്നെങ്കിൽ ഇന്നത് പറയാൻ അവന് കഴിയുമായിരുന്നു. അവൻ പഠിക്കാൻ വേണ്ടിയിട്ട് വിദ്യാലയത്തിലേക്ക് പോകുവാൻ അവനെ സഹായിച്ചതായി അവന്റെ കുടുംബ പശ്ചാത്തലം, സാമ്പത്തിക സുസ്ഥിരത ഇതില്ലാത്ത ഒരു ദരിദ്ര കുടുംബത്തിലാണ് പിറന്നതെങ്കിൽ, അത് കഴിഞ്ഞ് അവൻ പഠിക്കാൻ ചെന്ന കലാലയം അവൻ അനുകൂലമല്ലാതെ അവന് പ്രതികൂലമായി, അവന്റെ ജീവനും ജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു കലാലയ അന്തരീക്ഷമായിരുന്നെങ്കിൽ അവന് പഠിക്കാൻ കഴിയുമായിരുന്നു. അവന്റെ പഠനമെല്ലാം അവൻ പൂർത്തിയാക്കി പരീക്ഷയുടെ തലേ ദിവസം അവൻ ഏതെങ്കിലും ഒരു തരത്തിലൊരു അസ്വസ്ഥതയോ ആരോഗ്യ പ്രശ്നമോ ഉണ്ടായി ടെസ്റ്റിന്റെ തലേ ദിവസം അതിന് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയെങ്കിൽ ആ ഉദ്യോഗത്തിലേക്ക് അവൻ എത്തുമായിരുന്നു. അത് കഴിഞ്ഞവൻ ജോലിയിലേക്ക് എത്തുമ്പോ കൂടെ സഹായിച്ചവർ, സഹകാരികളായവർ, സഹപ്രവർത്തകരായവർ, മേലുദ്യോഗസ്ഥർ, കീഴുദ്യോഗസ്ഥർ, ഇവരെല്ലാവരും അവന് അനുകൂലമായി, അവന് സഹായികളായി, അവൻ ആഗ്രഹിച്ചതുപോലെ അവന് വർദ്ധിക്കാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവനത് നേടുമായിരുന്നു. അവൻ പറയാ, എന്റെ പണം, എന്റെ സ്വത്ത്, എന്റെ സമ്പാദ്യം എന്റേത് എന്ന് പറയാണ്. ഈ ഭൂലോകത്ത് ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന സമ്പത്തിൽ എന്റേത് എന്ന് പറയാൻ ആർക്കാണ് കഴിയുക? ഒരാളിനും കഴിയില്ല. വീട്ടിൽ 4 തെങ്ങുണ്ട്, ആ തെങ്ങിന് എത്ര കൊടുത്തിട്ടാണ് ആ തെങ്ങും കൊണ്ട് തരിക? ഈ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെ, ജീവലോകത്തിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ ദാനവും ധർമ്മവും ഇല്ലാതെ ഈ പ്രകൃതിയിൽ ഒരു ജീവജാലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ദിനവും നേരം പുലരുമ്പോൾ സൂര്യകിരണങ്ങൾ വീശിക്കൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യൻ, ആ സൂര്യന്റെ സദഖ, ആ സൂര്യന്റെ സംഭാവനയാകുന്ന സൂര്യപ്രകാശം, ഇത് കിട്ടാതെ ഒരു ജീവിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയോ? സൂര്യന്റെ പ്രകാശം പ്രകൃതിയിലേക്ക് വരുന്നു, ജീവജാലങ്ങൾ ഉന്മേഷവത്തരാകുന്നു, സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നു. ഇങ്ങനെ രാവും പകലും മാറി മാറി വരുമ്പോ കോടാനുകോടി വരുന്ന ജീവജാലങ്ങൾ പ്രകൃതിയിൽ സസ്യങ്ങളായി, ജീവജാലങ്ങളായി, പ്രകൃതിക്ക് അനുകൂലമായി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുമ്പോ അതിൽ നിന്നും അതിന്റെ വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൂട്ടത്തിൽ ജീവിക്കുന്ന വ്യത്യസ്തനായ ഒരു സൃഷ്ടി മാത്രമാ ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സുഖങ്ങൾ, നാം നേടുന്നതായ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടോ, ഇതിൽ നിന്നും ഈ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് എത്രയാ? മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യലാണ് കൂടുതലും ചെയ്യുക. എന്നാലും മനുഷ്യേതര ജീവജാലങ്ങൾ ഭൂരിപക്ഷവും അവകൾക്ക് ജീവിക്കാൻ ആവശ്യമായ, അന്നുള്ള ജീവിതത്തിന് ആവശ്യമായ അന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ജീവജാലങ്ങളാ 99%. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ജീവജാലങ്ങളെ ഒന്ന് നോക്കിയേ, എത്ര ജീവജാലങ്ങളാണ്. എത്ര ജീവജാലങ്ങൾ എടുത്താലും നമ്മുടെ കൺമുമ്പിൽ പെടുന്നതിൽ 99% ജീവജാലങ്ങളും വിശന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഓടിക്കതച്ച് വരുന്ന ഒരു ജീവി. അതിന്റെ ആഹാരം നാം കഴിച്ചതിന്റെ ഉച്ഛിഷ്ടമായിരിക്കാം, നാം ഇട്ടുകൊടുക്കുക. എന്തെന്നില്ലാത്ത ആർത്തിയിൽ അതിങ്ങനെ വാരി കഴിക്കും. ഇങ്ങനെ വാരി കഴിക്കുന്ന ഏതെങ്കിലും ഒരു ജീവി വിശപ്പടങ്ങി കഴിഞ്ഞാൽ ഒരു കീസ് എടുത്തിട്ട് നാളെ കഴിക്കാൻ വേണ്ടി കീസിലാക്കി കൊണ്ടുപോകും.
ഒരു ജീവിയും കൊണ്ടുപോകണം നമ്മൾ കാണാറില്ല, മനുഷ്യനൊഴികെ. ആകെ കൂടെ ഇതിൽ പേടിയുള്ള ഒരു ജീവി മനുഷ്യനാണ്. ഇന്ന് അന്നം തന്ന പടച്ചവൻ അടുത്ത നേരം എനിക്ക് അന്നം തരുമോ എന്നതിൽ ഭയമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മനുഷ്യേതര ജീവജാലങ്ങൾക്കൊന്നും ഈ ഭയമില്ല. നീലത്തിമിംഗലം ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ജീവി നീലത്തിമിംഗലമാണ്. കണക്ക് പ്രകാരം സയൻസ് പറയുന്ന 15 ടിപ്പർ ലോറിയിൽ അടിക്കാനുള്ള അന്നം കഴിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. ആ നീലത്തിമിംഗലം ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് ചത്തൊരു ചരിത്രം ഇന്നേ വരെ ഓഷ്യൻ സയൻസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു നീലത്തിമിംഗലവും ചത്തുപോയിട്ടില്ല. എന്നാൽ അരച്ചാൺ വയറ് നിറയ്ക്കാൻ മനുഷ്യന് കഴിയോ? ഈ അരച്ചാൺ വയറിനുള്ള ആഹാരം തരാൻ പടച്ചവന് കഴിയോ എന്ന വിഷയത്തിൽ മനുഷ്യന് ഭയങ്കര സംശയവുമാണ്. വനാന്തരത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവി, അതിനുള്ളിൽ വലിയ ആന, സാധാരണ ഒരു പിക്കപ്പിലടിക്കുന്ന ഫുഡ് ഒരു നേരം കഴിക്കൂരാന. ആന പട്ടിണി കിടന്ന് ചത്തിട്ടുണ്ടോ? അതിനെ നമ്മൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് നാട്ടും പുറത്ത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളോടൊപ്പം ജീവിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാം കൊടുക്കുന്ന ആഹാരം ചിലപ്പോൾ അതിന് പറ്റാതെ വരും, അങ്ങനെ ചത്തുപോയേക്കാം. അതിൻ്റെതായ ആവാസ വ്യവസ്ഥിതികളിൽ ജീവിക്കുന്ന ഒരു ജീവജാലവും ഇന്നേ വരെ പട്ടിണി കിടന്ന് ചത്തിട്ടില്ല, ഒന്നും ചത്തിട്ടില്ല. അതിനെല്ലാം ഉറപ്പുണ്ട്, എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. എന്നെ സൃഷ്ടിച്ചവൻ ഒരു പരിപാലകനായ രക്ഷിതാവായ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഒറ്റ കാര്യം, കഴിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കിടക്കുക, ചുണ്ടനക്കി നാവനക്കി പറ്റുന്നത് പോലെ തസ്ബീഹ് ചൊല്ലുക. സസ്യലതാദികൾ ആടിയാടി അതും തസ്ബീഹ് ചൊല്ലുകയാണ്. എല്ലാത്തിലും പറയാ, അള്ളാഹുവേ നീയാണ് മഹോന്നതൻ, നീയാണ് ഉടമസ്ഥൻ, നീയാണ് വലിയവൻ, നീയാണ് രക്ഷകൻ എന്നെല്ലാ ജീവജാലങ്ങളും പടച്ചവനോട് തിരിച്ചു പറയുമ്പോ അത് പറയുന്നതിന് പോലും മടി കാണിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യരാകുന്ന നമ്മൾ മാത്രമാണ്. കാരണം നമുക്കാണ് ഈ വിഷയത്തിൽ ആകെ ആശയക്കുഴപ്പവും സംശയമുള്ളത്. മനുഷ്യന് ഇന്നുള്ളത് ഇന്നേക്ക് മാത്രമല്ല നാളേക്കും ഉണ്ട്, അത് നാളെ തനിക്ക് കിട്ടും എന്നതിൽ ഉറപ്പില്ലാത്തൊരു ജീവി മനുഷ്യനാണ്. എന്നാൽ അള്ളാഹ് പറയാം, എത്ര വലിയ സമ്പന്നനാകട്ടെ, തന്റെ കൈവെള്ളയിലുള്ള ധനത്തിന്റെ പിന്നിൽ എത്രായിരം മനുഷ്യരുടെ അധ്വാനം, എത്രായിരം മനുഷ്യരുടെ അധ്വാനം. ഒരു പലചരക്ക് കച്ചവടക്കാരൻ, ഒരു ഉദാഹരണം പറയാം, ഒരു പലചരക്ക് കച്ചവടക്കാരൻ, അയാളെ സംബന്ധിച്ച് അയാളോട് പോയി സക്കാത്തിന്റെ കാര്യം പറഞ്ഞാൽ അയാൾ പറയും, ഞാൻ ഇതിനാ കൊടുക്കേണ്ടത്. ഇവിടത്തെ ആരെ കുറിച്ചല്ല ഞാൻ പറയാട്ടെ, ഞാൻ ഒരു ഉദാഹരണം പറയാട്ടെ, ഒന്ന് തെറ്റിദ്ധരിച്ചേക്കല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞ ഒരു പ്രോഡക്റ്റ്, അപ്പൊ ഒരു പല കച്ചവടക്കാരൻ പറയാം, ഞാൻ ഇതിന് സക്കാത്ത് കൊടുക്കണം. ഇത് ഞാൻ രാവിലെ നേരം വെളുത്തിട്ട് എല്ലാവരും നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഞാൻ രാവിലെ ഉറക്കത്ത് വാലിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്ന് കട തുറന്ന് ഈ കടയിലെ പൊടിയെല്ലാം അടിച്ച് ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം വിളിച്ചുണർത്തി അവരെയൊക്കെ കണ്ണിലെണ്ണ ഒഴിച്ച് എന്റെ കച്ചവടം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ മേൽ അത്രയും ശ്രദ്ധിച്ചിരുന്നു കൊണ്ട് ഞാനും 4 ആളിന്റെ പണിയെടുത്തിട്ട് കിട്ടിയതാണ് ഈ മിച്ചം. ഇതിൽ നിന്ന് സക്കാത്ത് എന്ന് പറഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് തിരിച്ചു ചോദിക്കണം, നിന്റെ പലചരക്ക് കടയിൽ വരുന്ന അരി, നിന്റെ പലചരക്ക് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പയറും കടലയും ഇത് നീ ഉണ്ടാക്കിയതാണോ? ഏത് പ്രോഡക്റ്റ്, ഏത് റോ മെറ്റീരിയൽ വെച്ചിട്ടാണ് താങ്കൾ ഇത് ഉണ്ടാക്കിയത്? ആണോ? അല്ല. അതെവിടെയോ ഏതൊക്കെയോ വയലേലകളിൽ, പഞ്ചാബിലും ആന്ധ്രയിലും എവിടെയെല്ലാമോ ഒക്കെ വയലേലകളിൽ, ആ വയലേലകളിലെ മണ്ണിന്റെ അടിയിൽ വിതയ്ക്കപ്പെട്ട വിത്ത്, ആ വിത്തുകൾ മുളച്ചു പൊന്തി പുറത്തേക്ക് വരുമ്പോൾ, ആ മുളച്ചു പൊന്തി പുറത്തേക്ക് വരുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ ലോകത്തെ ഏതെങ്കിലും മനുഷ്യൻ നൽകിയതാണോ? ഒരു മനുഷ്യന്റെ കയ്യിൽ, എന്റെ കയ്യിൽ 4 വിത്ത് കിട്ടി, ആ വിത്ത് കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യം മണ്ണ് കിളച്ചു മറിച്ച് അതിലേക്ക് ഈ വിത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ ഇട്ട് കൊടുത്ത വിത്ത് അതിൽ ആധുനിക സയൻസ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലുമൊക്കെ രാസമിശ്രിത വളങ്ങളൊക്കെ ചേർത്ത് കുഴച്ച് അത് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. ഇത് കഴിഞ്ഞിട്ട് അതിനെ വളർത്തി മുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ ലോകത്തെ ഏതെങ്കിലും ഒരു സയൻസിന് എന്തെങ്കിലും റോളുണ്ടോ? അതിനേറ്റവും വേണ്ട വെള്ളം ഏത് കമ്പനിയാ കൊടുക്കുക? അതിനേറ്റവും വേണ്ട വായു ഏത് കമ്പനിയാ കൊടുക്കുക? അത് വളർന്നു പൊങ്ങുവാൻ ഏറ്റവും അനിവാര്യമായ സൂര്യപ്രകാശം ഏത് രാജ്യമാണ് കൊടുക്കുക? ഇതൊന്നുമില്ല. എല്ലാം പ്രകൃതിയുടെ, ഈ ഭൂലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ അമാനുഷികമായ നിയന്ത്രണത്തോടെ പ്രവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരസ്പരം പൂരകങ്ങളായ ആയിരക്കണക്കിന് വസ്തുവകകളുടെ സമ്മിശ്രമായ ഒരുമിച്ചുള്ള പല പ്രവർത്തനങ്ങൾ, അതിന്റെ എല്ലാ സംഭാവനകൾ, സ്വതക്കകൾ, സൂര്യൻ നൽകുന്ന പ്രകാശമാകുന്ന സ്വതക്ക, സൂര്യൻ നൽകുന്ന പ്രകാശത്തിനോടൊപ്പമുള്ള ചൂടെന്ന സ്വതക്ക, അതിനോടൊപ്പം കാറ്റ് നൽകുന്ന സ്വതക്ക, അതോടൊപ്പം പ്രകൃതിയുടെ കാലാവസ്ഥ, ഇങ്ങനെ വിവിധങ്ങളായ വസ്തുവകകൾ നൽകുന്ന സ്വതക്കകൾ, അതെല്ലാം ചേർന്നുകൊണ്ട്, വെള്ളം കൊണ്ട്, വളം കൊണ്ട്, വസ്തുവകളൊക്കെ ചേർന്നുകൊണ്ട് ആ വിത്തങ്ങ് മുളച്ച് നാമ്പായി പുറത്തു വന്നാൽ പിന്നെ അതിനെ സഹായിക്കുന്ന, അതിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ അതിനെ സഹായിക്കുന്ന, അതിന്റെ കൂട്ടത്തിലുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങൾ, സൂക്ഷ്മാണുക്കൾ, അതിനെ വളർന്നു വരാൻ, ഉയർന്നു വരാൻ അതിനെ സഹായിക്കുന്ന വിവിധങ്ങളായ ജീവജാലങ്ങൾ അനുകൂലികളായി. കൃഷിക്കാർക്കറിയാം,
ചില ജീവജാലങ്ങൾ നശിച്ചു പോയാൽ കൃഷി നശിച്ചു പോകും. ചില ജീവജാലങ്ങളില്ലെങ്കിൽ ചില കൃഷിയെ നടക്കത്തില്ല. ഒരു കൃഷി നമ്മുടെ മുമ്പിൽ ഒരു വിത്ത് വിതച്ച് അത് മുളച്ചു പൊന്തി പുറത്തു വന്ന് അതാണ് കായ്കനികൾ തരുന്നത് എന്നാണ് ധരിക്കുന്നതെങ്കിൽ അല്ല. ഈ പ്രകൃതിയിൽ ഓരോ ജീവജാലത്തിനും ഓരോ ജീവിക്കും അതിൻ്റെതായ വലിയൊരു റോളുണ്ട്, വലിയൊരു ഭാഗം അത് നിർണ്ണയിക്കുന്നു. അത് നിർവഹിക്കുമ്പോഴാണ് സാധുക്കളായ മനുഷ്യരാകുന്ന നമ്മൾ അന്നം കഴിച്ചിവിടെ കിടക്കുക. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എത്ര അർത്ഥവത്തായ വചനമാണ്. വമാ ബികും മിൻ നിഅമ വമാ ബികും മിൻ നിഅമ ഫമിനല്ലാഹ്. നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു സൗഭാഗ്യമാകട്ടെ, നിങ്ങളുടെ ആരോഗ്യമാകട്ടെ, ധനമാകട്ടെ, സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, ഫമിനല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ളതാ. അതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ കയ്യിലുള്ള ആരോഗ്യമാകട്ടെ, ധനമാകട്ടെ, എന്തുമാകട്ടെ, അതിൽ നിന്നും ഇതെല്ലാം തന്ന പടച്ച റബ്ബ്, ഇതെല്ലാം നമുക്ക് ഒരുക്കി തന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ധനത്തിൽ നിന്നും നിങ്ങളുടെ സൗഭാഗ്യങ്ങളിൽ നിന്നും നിശ്ചിത വിഹിതം ഇതിൻ്റെ അവകാശികളായ മറ്റൊരു വിഭാഗമുണ്ട്. വഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ ഹക്കുൻ, തീർച്ചയായിട്ടും നൽകപ്പെടേണ്ട അവകാശമുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾ, ചോദിക്കാൻ പോലും നിവർത്തിയില്ലാതെ കഴിവില്ലാത്ത സാധുക്കളായ മനുഷ്യർ, അവരുടെ അവകാശം അവരുടെ സമ്പത്തിലുണ്ട്. എൻ്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ധനം ഒരു നിശ്ചിത പരിധിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലെല്ലാം ഉള്ള ധനം അതിൽ മറ്റുള്ളവന് അവകാശമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. ഹക്ക് എന്ന് പറഞ്ഞാൽ, ഹക്ക് എന്ന പദത്തിനെ വിശുദ്ധ ദീൻ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായും കിട്ടേണ്ട അവകാശത്തിനാണ്. തൻ്റെ കയ്യിൽ താൻ പണിയെടുത്ത് വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജോലിയുടെ ഭാഗമായി കിട്ടിയ കുറച്ച് പണം, അത് തൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ അംശമാണ്. അത് മറ്റൊരാൾക്ക് കടം കൊടുത്തു, അല്ലെങ്കിൽ അതിലൂടെ വാങ്ങിയൊരു മുതൽ മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുകയാണ്, മറ്റൊരാൾ അപഹരിച്ചെടുത്തു, അത് തൻ്റെ ഹക്കാണ് എന്ന് പറയും, തൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കിട്ടിയേ പറ്റൂ, അതെനിക്ക് കിട്ടേണ്ടതാണ്, എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറയും. ഈ പദമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ധനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, എൻ്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ധനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് വഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ, അവരുടെ ധനത്തിൽ ഹക്കുൻ, തീർച്ചയായിട്ടും അവകാശമുണ്ട്, നൽകപ്പെടേണ്ട ഹക്കുണ്ട്, അവകാശമുണ്ട്. ആരുടെ അവകാശം? ലിസ്സാഇലി, ചോദിച്ചു വരുന്നവൻ. അപ്പൊ തൻ്റെതല്ല. എൻ്റെ കയ്യിലുള്ള ധനത്തിൽ അവകാശമുണ്ട്. ലിസ്സാഇലി, ചോദിച്ചു വരുന്നവന്, ആവശ്യക്കാരൻ്റെ അവകാശം ഉണ്ട്. വൽ മഹ്റൂം, ചോദിക്കാനും കഴിയാത്തവർ, ചോദിച്ചു വരാൻ എഴുന്നേറ്റ് നടന്നു വന്ന് തൻ്റെ ആവശ്യം ആവലാതി പറഞ്ഞ് ചോദിക്കാൻ പോലും നിവർത്തിയില്ലാത്ത മനുഷ്യരുണ്ട്, അവരുടെ അവകാശം നമ്മുടെ കൈവെള്ളയിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ സക്കാത്തിൻ്റെ കാര്യം നിസ്സാരമല്ല. സക്കാത്തിൻ്റെ വിഷയം അത്ര നിസ്സാരമായി മാറ്റിവെക്കാൻ കഴിയുന്ന ഒന്നല്ല. സക്കാത്ത് നൽകപ്പെടാത്ത ഒരു വിശ്വാസിയുടെ നമസ്കാരം, ആ നമസ്കാരം പൂർണ്ണമാകില്ല എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പൊരുള്. 90 ചെല്ലുവാനം സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാം, പരിശുദ്ധ ഖുർആൻ ഏറ്റവും ഊന്നൽ നൽകി പറഞ്ഞ നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതിലേറ്റവും കൂടുതൽ സ്ഥലത്തും അള്ളാഹു ചേർത്ത് പറഞ്ഞത് സക്കാത്തിന്റെ കാര്യമാണെങ്കിൽ ആ സക്കാത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിശ്വാസിയുടെ ജീവിതം പൂർണ്ണമല്ല. വമാ ബികും മിൻ നിഅമ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യങ്ങൾ അത് അള്ളാഹുവിൽ നിന്നുമാ. സുമ്മ ഇദാ മസ്സകുമുൽ ദുർറ, എന്തെങ്കിലും പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഫഇലൈഹി തജ്റഊൻ, നിങ്ങൾ അവനിലേക്ക് നിലവിളിച്ചുകൊണ്ട്, ആർപ്പ് വിളിച്ചുകൊണ്ട്, പശ്ചാത്തപിച്ച് ദുആ ചെയ്ത് നിലവിളിച്ചുകൊണ്ട് സഹായം തേടി വരികയാ. അല്ലാഹു പറയാണ് സുമ്മ ഇദാ കശഫൽ ദുർറ അൻകും, പിന്നെ അതനുസരിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റി തന്നു കഴിഞ്ഞാൽ ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, ആവശ്യമങ്ങ് സാധിച്ചു കഴിഞ്ഞാൽ, ആ ബുദ്ധിമുട്ടങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ റഹ്മാനായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട്, അവനെ മറന്നുകൊണ്ട്, അവനെ ഒരു പരിചയവുമില്ലാത്തവനായിട്ട് മനുഷ്യൻ മുമ്പോട്ട് പോവുകയാ. അല്ലാഹു പറയാണ് ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, അവർക്ക് നൽകപ്പെട്ടതിനെ തൊട്ട് അവിശ്വസിക്കുവാൻ, അതിനോട് നന്ദികേട് കാണിക്കുവാൻ, അതിനെ തൊട്ട് കാഫിറുകളാകാൻ അവർ ചെയ്തു കൊള്ളട്ടെ, തീരുമാനിച്ചു കൊള്ളട്ടെ. എന്നാൽ അവരോട് പറഞ്ഞു കൊടുക്കുക ഫതമത്തഊ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫസൗഫ തഅലമൂൻ,
നിങ്ങൾ തീർച്ചയായും ഇതിന്റെ അനന്തരഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുന്നതാ. ഇതിന്റെ അനന്തരഫലം നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യുന്നതാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വല്ലദീന യക്നിസൂന അസ്സഹബ വൽ ഫിദ്ദ, സ്വർണത്തിനെയും വെള്ളിയും മനുഷ്യൻ ഏറ്റവും കൂടുതൽ കരുതൽ ധനമായി വെച്ചിരിക്കുന്നത്, കരുതൽ ധനമായി സൂക്ഷിക്കുന്നത് സ്വർണവും വെള്ളിയുമാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള മൂല്യവത്തായ വസ്തുക്കളാണെങ്കിൽ, പരിശുദ്ധ ഖുർആൻ ഇതിന് എടുത്തു പറഞ്ഞത് ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ മൂല്യമുള്ള വസ്തുക്കളെ പരസ്പരമുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഉത്തോലകമായി ഉപയോഗിച്ചു വന്നത്. എവിടെ പോയാലും, ഏത് നാട്ടിലെത്തിയാലും, ഏത് മനുഷ്യന്റെ മുമ്പിലെത്തിയാലും മൂല്യമുള്ള വസ്തുവാണ് സ്വർണം, മൂല്യമുള്ളതാണ് വെള്ളി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്വർണവും വെള്ളിയും ഇതുപോലെ ഒരു മനുഷ്യൻ മൂല്യം നൽകുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കളിൽ ഭൂരിപക്ഷം വസ്തുക്കളുടെ മേലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ദീൻ, സകാത്ത് എന്ന നിർബന്ധമായ ബാധ്യത അതിന്റെ മേൽ അള്ളാഹു ചുമത്തുകയാണ്, അതിന്റെ മേൽ ചുമത്തുകയാണ്. സമ്പത്തുണ്ടാകണം, ഉണ്ടാകാം, ആഗ്രഹിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം, ഒക്കെ ചെയ്യാം. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ റസൂൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമ്പത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ രണ്ട് രൂപത്തിലാണ്, രണ്ട് കൂട്ടരാണ്. ഒരു വിഭാഗം, അള്ളാഹുവേ എനിക്ക് നീ സമ്പത്ത് തന്നാൽ നന്നായിരുന്നു, ഞാൻ ആഗ്രഹിക്കുകയാണ് ധനം, സമ്പത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ് പടച്ചോനെ, അതിനുള്ള വഴികൾ എനിക്ക് അനുകൂലമാക്കി തരണം, എല്ലാ വഴികളും എനിക്ക് അനുകൂലമാക്കി തരണം. എന്തിനാണ് ഞാനത് ആഗ്രഹിക്കുന്നത് അറിയോ? എനിക്കും എന്റെ കുടുംബത്തിന്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നോടൊപ്പം ജീവിക്കുന്ന സഹജീവികളായ ചുറ്റുപാടുള്ള മുഴുവൻ മനുഷ്യരും എന്നെ പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്കും കഴിയണം. എനിക്ക് ധനമുണ്ടെങ്കിൽ ആ ധനത്തിൽ നിന്നും എന്റെ അത്യാവശ്യങ്ങൾ കഴിഞ്ഞാൽ, എന്റെ ആർഭാടമല്ല, അത്യാവശ്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചുറ്റാകെയുള്ള മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കാൻ കഴിയുമല്ലോ. ഇവൻ നാളെ ആഖിറത്തിൽ വരുമ്പോ പടച്ചറബിനെ നേരിട്ട് കണ്ണുകൾ കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീന്റെ ലിഖാഇനെ അവൻ ആസ്വദിക്കുമെന്നാണ്. എന്നാൽ വേറൊരു വിഭാഗമുണ്ട്, അവരും ആഗ്രഹിക്കുകയാണ്, എനിക്കും വേണം പണം, എനിക്കും വേണം ധനം. എന്തിനാണ്? ഇവിടെ കൊട്ടാരങ്ങൾ, ഭൂമിയിൽ ഷദ്ദാദിന്റെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ, ഈ നാട് മുഴുവനും എന്റെ അധീനതയിലാക്കാൻ, ആ അധീനതയിലാക്കുന്ന ധനം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ കീഴടക്കാൻ, അതിലൂടെ നാട് പിടിച്ചെടുക്കാൻ, ലോകത്തെ ചക്രവർത്തിയായി ഈ ദുനിയാവിൽ എന്തെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയോ അതൊക്കെയും ഉണ്ടാകണമെങ്കിൽ ധനമുണ്ടാകണം, അതിനുവേണ്ടി പണം തരണം. ഇങ്ങനെ ദുആ ചെയ്യുന്നവരുമുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം അവനാണ് നാളെ മുസ്തിരലഹു മാലുഹു ശുജാഅൻ നഖറാ, അവന്റെ പണം, അവന്റെ ധനം അവന് എതിരെ സാക്ഷിയായി വരുന്ന, അവനെ ആക്രമിക്കുവാൻ, ഉപദ്രവിക്കാൻ വരുന്ന ഭീകര സർപ്പമായി റഹ്മാനായ റബ്ബ് നാളെ ആഖിറത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ധനം അവനെതിരാകാൻ പാടില്ല, എതിരായി സാക്ഷി നിൽക്കാൻ പാടില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ധനം എന്നത് എല്ലാ മനുഷ്യരുടെയും സീക്രട്ടാണ്, എല്ലാ മനുഷ്യരുടെ സീക്രട്ടാണ്. 90% മനുഷ്യരും കയ്യിലുള്ളത് പുറത്ത് പറയൂല. അത് മനുഷ്യരെ പറ്റിക്കാൻ കഴിയുള്ളൂ, അള്ളാഹയെ പറ്റിക്കാൻ കഴിയൂല, മലക്കുകളെ പറ്റിക്കാൻ കഴിയൂല. ഏതൊരു മനുഷ്യനെ എവിടെയെല്ലാം ഒളിപ്പിച്ച് വെച്ചാലും ശരി, കൊതിയന്റെ മുതൽ ഉറുമ്പ് കൊണ്ടോന്നൊക്കെ പറയും. നമ്മൾ നിധിശേഖരങ്ങൾ പലപ്പോഴും ഭൂമിയുടെ പല ഭാഗത്തു നിന്ന് കണ്ടെടുക്കപ്പെട്ടതായി ചരിത്രത്തിൽ അന്നും ഇന്നും കാണാറുണ്ട്. നിധിശേഖരങ്ങൾ ഏതായി നിധിശേഖരം? നിധിശേഖരത്തിന്റെ പുറകെ ഒരു ചരിത്രം തിരക്കി പോയാൽ കൊതിയന്മാരായിരിക്കും അവരെല്ലാവരും, പിശുക്കന്മാരായിരിക്കും. എങ്ങനെയാണ് മണ്ണിനടിയിൽ ആ നിധി വന്നതെന്നറിയോ? മണ്ണിനടിയിൽ സ്വർണ്ണ നാണയം വിളയുകയല്ല, പിന്നെ ഏതോ കാലത്ത് ഏതോ മനുഷ്യർ, സാധുക്കളായ മനുഷ്യർ കൈകാര്യം ചെയ്തിരുന്ന, അവരുടെ നിത്യജീവിതത്തിന്റെ അനിവാര്യ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പരസ്പരം കൊടുത്തും വാങ്ങിയും കൈകാര്യം ചെയ്തിരുന്ന ധനമാകുന്ന പ്രധാന ധനമായി ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയം, വെള്ളി നാണയം, അങ്ങനെയുള്ള ധനം കയ്യിലാക്കി അത് സൂക്ഷിച്ചു വെക്കും. നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സൂക്ഷിച്ചു വെക്കും. സൂക്ഷിച്ച് അങ്ങനെ വെക്കുമ്പോ ഇന്നത്തത് പോലെ ഓൺലൈൻ മണിയല്ല, മൊബൈലിൽ നിന്ന് തോണ്ടി വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല, മാന്തി വിടാൻ പറ്റുന്നതല്ല. അന്ന് നാണയങ്ങളാണ്. ഈ നാണയങ്ങൾ ഒന്നിനു മേലെ ഒന്നായി വെച്ച് പിന്നെ ഒരു പാത്രത്തിലാകും, പിന്നെ ഒരു കലത്തിലാകും. ഇങ്ങനെ കലത്തിലും സഞ്ചിയിലും കിഴിയിലുമാക്കി വെച്ച് 1 കിഴിയായി 2 കിഴിയായി 3 കിഴിയായി കഴിയുമ്പോൾ പിന്നെ വലിയ പാത്രത്തിലാക്കും. അപ്പോഴാ പെട്ടെന്നൊരു യാത്ര, എങ്ങോട്ടെങ്കിലും പോകണം. ഇവിടെ നിന്ന് ഗൾഫിൽ കച്ചവടത്തിന് പോകണം, അല്ലെങ്കിൽ ഗൾഫിൽ ഇങ്ങോട്ട് വരണം. ഇതിപ്പോ എന്താ ചെയ്യാം? പോയി വരുമ്പോ എങ്ങാനും ഇത് നഷ്ടപ്പെട്ടു പോണെങ്കിലോ ആരെങ്കിലും ഏൽപ്പിച്ചാൽ ശരിയാകത്തില്ല. എന്ന് ആർക്കെങ്കിലും ദാനം ചെയ്യാം, അതൊട്ടും ശരിയാവത്തില്ല. അപ്പൊ പിന്നെ ആകെ കൂടെ പറ്റുന്നൊരു വഴി, ഒരു കുഴി മാന്തിയിട്ട് അതിനുള്ളിലേക്ക് അങ്ങ് വെച്ചേക്കാം. ഞാനും മാത്രമല്ലേ അറിയാവൂ, പിന്നെ ഒരു മഹ്ലൂക്കും അറിയൂല.
വലിയ ആഗ്രഹത്തോടെയാ വെക്കുക. തിരിച്ചു വരുമ്പോ ഈ കൊതിയന്റെ മുതല് കൊതിയനും ഉപയോഗപ്പെടത്തില്ല, ഭൂമിയിലെ ഒരു മനുഷ്യനും ഉപയോഗപ്പെടത്തില്ല. തലമുറകൾ കഴിഞ്ഞ് വരുന്ന ഈ കാലഘട്ടത്തിലോ ഇനിയുള്ള കാലത്തോ ഏതെങ്കിലും മനുഷ്യർക്ക് ലഭിക്കും. അവനും ഈ ധനത്തിന്റെ ആളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധവും ഇല്ല. അവൻ എന്ത് കിട്ടി? അവൻ ആ സ്വർണ്ണ നാണയം ശേഖരിച്ചതിന്റെ പിന്നിൽ അവൻ ഒരുപാട് ദിവസങ്ങൾ അധ്വാനം അവൻ ഉണ്ടാകാം, അവൻ ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാകാം, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാകാം. അങ്ങനെ നേടിയെടുത്ത ധനം മുഴുവനും ഒരാളും അറിയാതെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടു, കെട്ടിടത്തിന്റെ വാരിയിൽ കയറ്റി വെച്ചു, എയർ ഹോളിനകത്ത് വെച്ചു, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ട് അട്ടിയിട്ട് അടുക്കി വെച്ചു. പൂപ്പല് കയറുന്ന സമയം വരെ അട്ടിയിട്ട് അടുക്കി വെച്ചു. നോട്ട് നിരോധനം കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു. ഇത് എങ്ങനെ പുറത്തെടുക്കണമെന്നറിയില്ല. ആകെ വിഷമത്തിലായി. പല സാധുക്കളും, നമ്മുടെ മുമ്പിലെ പല സാധുക്കളും അവരിങ്ങനെ രഹസ്യമായിട്ട് അന്വേഷിക്കുക. പിന്നെ 2000-ന്റെ നോട്ടെടുക്കോ? കുറച്ചുണ്ട്. എത്രയാ കുറച്ച്? ഒരാൾ ഈ കുറച്ചെന്ന് പറഞ്ഞ എത്രയെന്നറിയോ? കൂടുതലൊന്നുമില്ല, ഒരു 20 കോടി രൂപയേ ഉള്ളൂ. 2000-ന്റെ നോട്ട് 20 കോടി രൂപയേ ഉള്ളൂ. കുറച്ച്. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. എന്തുണ്ടായി? അവസാനം കപ്പലണ്ടി പൊതിയാൻ കൊടുക്കേണ്ടി വന്നു. വല്ല ഉപയോഗം ഉണ്ടായോ? ഒരു ഉപയോഗമില്ല. നോട്ട് നിരോധനത്തിൽ പണം പോയ ആളുകളെ കണക്കെടുത്താൽ സക്കാത്ത് കൊടുക്കാത്തവനും കൊതിയന്റെയും പണമായിരിക്കും പോയിട്ടുണ്ടാവുക. കാരണം ഉള്ള പണം വിനിയോഗിക്കണം, മാർക്കറ്റിലിടണമെന്നാണ്. ഉള്ള പണം ഇങ്ങനെ മാർക്കറ്റ് ചക്രം എന്നാണ്. ചക്രം എന്ന് പറഞ്ഞാൽ ഉള്ള പണം കറങ്ങിക്കൊണ്ടിരിക്കണം. ഇന്ന് എന്റെ കയ്യിലുള്ളത് നാളെ ചായക്കടയിലെത്തും, അവിടെ നിന്ന് പെട്രോൾ പമ്പിൽ, അവിടെ നിന്ന് ഓഫീസിൽ, അവിടെ നിന്ന് കൃഷിയിടത്തിൽ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് പൂഴ്ത്തി വെക്കാൻ പാടില്ല. അതുകൊണ്ട് ആ പൂഴ്ത്തി വെക്കുന്നതിന് വേറെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. നിത്യം കറങ്ങിക്കൊണ്ടിരിക്കണം. അധീനതയിൽ വരുന്നത് വർഷം തികഞ്ഞു അതിന്റെ അളവ് കൊടുത്തിരിക്കണം. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കേണ്ട ചക്രത്തിനെ പിടിച്ച് ഒളിപ്പിച്ച് വെച്ചാൽ അവൻ അതിന് ശിക്ഷ അനുഭവിക്കണം. ആ ശിക്ഷ അനുഭവിച്ചത്. അതുകൊണ്ട് നോട്ട് നിരോധനത്തിന് നമുക്കൊന്നും ഒരു ദുഃഖവും ഇല്ല. പോയതാർക്കാ? നമുക്കൊന്നും പോയിട്ടില്ല. ആർക്കാ ഇതിന് ദുഃഖമുള്ളത്? ഒരുപാട് കൊതിയന്മാര്, ഒരുപാട് പിശുക്കന്മാര്, അവർക്കേ പോയിട്ടുള്ളൂ. നിങ്ങൾ അന്വേഷിച്ചു നോക്കി. നോട്ട് നിരോധനത്തിൽ നഷ്ടം പറയുന്നവർ ഭൂരിപക്ഷവും, ഒരു 10% കാണും, പക്ഷെ ഭൂരിപക്ഷവും ഒരാൾക്കും ഉപകാരമില്ലാത്ത കൊതിയന്മാരായിരിക്കും. അവരുടെ പണം പോയതിൽ ഒരു നഷ്ടവും ഇല്ല. അത് കിട്ടേണ്ടവർക്ക് കിട്ടി. ഇനിയുള്ള കാലത്തും നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഈ ഇരിക്കുന്ന 500 നിരോധിക്കൂല എന്നൊന്നും ഒരു ഉറപ്പും വേണ്ട ആർക്കും. ഏത് സമയവും നിരോധിച്ചേക്കാം, അടുത്ത ഇലക്ഷന് മുമ്പ് പോയേക്കാം. അതുകൊണ്ട് ഈ ഉള്ളത് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് ഇത് നാളെ വരെ എന്റെ കയ്യിൽ ഉണ്ടാകും എന്നൊന്നും വിചാരിക്കണ്ട. എന്നാൽ അന്ന് നാണയങ്ങൾ കുഴിമാടത്തിന്റെ ഉള്ളിലും കുഴിയിലും പൂഴ്ത്തി വെച്ച മനുഷ്യൻ അവൻ ആലോചിക്കുകയാണ്, അവൻ തീരുമാനിക്കുകയാണ്, എന്തായാലും ഗൾഫിൽ പോകണം, അല്ലെങ്കിൽ എന്തായാലും ബോംബെ പോകണം. 2.5 മാസം കഴിഞ്ഞേ വരുള്ളൂ. തിരിച്ചു വരുമ്പോ ഞാൻ ജീവനോടെ ഇല്ലെങ്കിൽ, ഞാൻ ആ പോകുന്ന വഴിയിൽ മരിച്ചു പോയാൽ ഇത് ആർക്കും ഉപയോഗപ്പെടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ നാട്ടിൽ കുറെ സാധുക്കളുണ്ടല്ലോ, അവർക്കങ്ങ് കൊടുത്തേക്കാം. എന്നിട്ട് അവരോട് പറയാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ, ഞാനിങ്ങനെ ഒരു ആവശ്യത്തിന് യാത്ര പോവുക, തിരിച്ചു വരുന്നവർ റാഹത്തായിട്ട് പോയി വരാൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പോണ വഴി വരുന്ന വഴി ഒക്കെ മനുഷ്യന് ദുആ കിട്ടുകയാണ്. പോയി വരുന്ന വഴിയിലുടനീളം ദുആ കിട്ടുകയാണ്. ഒരു വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന സംരക്ഷണം ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളുടെ സംരക്ഷണമാണ്. വണ്ടി ഓടിക്കാൻ അറിയാം എന്ന് കരുതിയിട്ട് പോകുന്ന മനുഷ്യർ, അങ്ങനെയുള്ള മനുഷ്യരല്ലേ ആക്സിഡന്റിലൊക്കെ പെടുന്നത്. നമുക്ക് ഡ്രൈവിംഗ് അറിയാം എന്ന് കരുതിയിട്ട് ബാക്കി എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയണമെന്നുണ്ടോ? ഇല്ല. ബലാകളെ തടയുന്നത് സദഖയിലൂടെയാണ്, ദാനധർമ്മങ്ങളിലൂടെയാണ്. എന്താ സംഭവിക്കുക? ഒരാളിന് ഉള്ളറിഞ്ഞ് ഹൃദയം തുറന്ന് 10 രൂപ അങ്ങ് കൊടുക്കുമ്പോ എന്തിനാ കൊടുക്കുക? പലിശയ്ക്കല്ല, തിരിച്ചു തരാനല്ല. ആകെ കൂടെ ഒറ്റ കാര്യം, ഇതെന്റെ പടച്ചവൻ പറഞ്ഞതാ, എനിക്ക് ഈ പണം തന്നെ അല്ലാഹു പറഞ്ഞു. നിന്റെ മുമ്പിൽ അർഹരായ സാധുക്കളായ ആവശ്യക്കാരായ മനുഷ്യർ വന്നാൽ പിടിച്ചു വെക്കരുത്, എടുത്തങ്ങ് കൊടുത്തേക്കണം. അല്ലാഹു തരും, പടച്ചവൻ തരും എന്ന് കരുതി നീ അങ്ങ് കൊടുത്തു നോക്ക്, തീർച്ചയായിട്ടും അതിനിലേക്ക് തിരിച്ചു വരും. ആ കിട്ടുന്ന മനുഷ്യൻ അവൻ അന്നേരം തന്നെ അറിയാതെ ദുആ ചെയ്യാ. സത്യത്തിൽ ആ മനുഷ്യനിക്ക് തരേണ്ടതില്ലല്ലോ, തരാനും മാത്രം നമ്മൾ തമ്മിൽ ഇടപാടൊന്നുമില്ലല്ലോ. എന്നാലും അദ്ദേഹം എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടോ മനസ്സിലാക്കാതെയോ 10 രൂപ എനിക്ക് തന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ നല്ല പ്രതിഫലം കൊടുക്കണേ അല്ല, ആ മനുഷ്യനെ നീ കാത്തോളണേ അല്ല, ആ മനുഷ്യനെ നീ സംരക്ഷിച്ചോളണേ അല്ല, അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ വളർച്ച കൊടുക്കണേ അല്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി, കൊടുക്കുന്ന കിണറിലാണ് ഊറിയിട്ടുള്ളത്. മരിച്ചുപോയ മർഹൂം മഞ്ഞാടൻ ഹാജി ഈ ജമാഅത്തിന്റെ ഈ നാടിന്റെ ഒക്കെ ഒരു പ്രധാന വ്യക്തിത്വമായിരുന്നു. ഞാൻ അൻവാർ ശരിയിൽ പഠിക്കുമ്പോൾ അൻവാർ ശരിയുടെ എന്നല്ല, ഈ പ്രദേശത്തെ എന്നല്ല, ആയിരക്കണക്കായ സാധുക്കളായ മനുഷ്യർക്ക് വീട് വെച്ചൊരു മനുഷ്യനാണ്. ആര് വന്ന് വെച്ചാലും കൊടുക്കുന്ന മനുഷ്യരാണ്. ആര് വന്ന് വെച്ചാലും കൊടുക്കുമായിരുന്നു. ആ മനുഷ്യന്റെ അന്ത്യം നമ്മൾ കേട്ടിട്ടുണ്ടോ? എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ആ മനുഷ്യൻ ഒരാഴ്ച മുമ്പേ പറഞ്ഞു പള്ളിയിൽ ഖബർ വെട്ടാണ്, എനിക്ക് പോകാൻ സമയമായി, വീട്ടിൽ പോകാൻ നേരമായി. മക്കൾ ചോദിക്കുക, ഏത് വീട്ടിലാ? ഈ വീട്ടിൽ കിടന്നുകൊണ്ട് ഇനി അത് വീട്ടിൽ പോവുക?
ഈ വീട്ടിൽ കിടന്നിട്ട് ഏത് വീട്ടിൽ പോകുന്ന കാര്യമോ പറയാ? മരണത്തിന്റെ ദിവസത്തിലും പറയാ, മോളെ പള്ളിയിൽ കുഴിയെടുക്കാൻ അവിടെ ഇന്നാലില്ല പറഞ്ഞല്ലോ, എന്നെ വിളിച്ചിട്ടുണ്ട്, പോകാൻ സമയമായിട്ടുണ്ടെന്നാ മനസ്സിലാവും, ഒന്ന് പോയിട്ട് നോക്ക് അവിടെ കുഴിയെടുത്തിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. ഒരാഴ്ച മുമ്പ് സ്വബോധം എല്ലാം നഷ്ടപ്പെട്ടു, പരിസരബോധം എല്ലാം പോയി എന്ന് പറഞ്ഞാൽ സംസാരങ്ങളിൽ, നോട്ടത്തിൽ, കാഴ്ചയിലൊക്കെ ഈ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒറ്റ കാര്യം എന്താണെന്നറിയോ? ആ മനുഷ്യൻ ആ സമയത്ത് അള്ളാഹ് എല്ലാം മറപ്പിച്ചു കൊടുത്തതായിരിക്കും. എന്തിന്? ഈ ദുനിയാവിൽ വെച്ച് തന്നെ എന്റെ വീട്, എന്റെ സ്വത്ത്, എന്റെ വണ്ടി, എന്റെ കടകമ്പോളം, ഇത് ഓർത്തിട്ട് ആ അവസാന സമയത്ത് ആ റൂഹ് പിരിയുമ്പോ ഇതൊക്കെ വിട്ടിട്ട് പോകേണ്ടി വരുന്ന ഒരു തളർച്ച വേണ്ട. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം മൈൻഡിൽ നിന്ന് പോയി. പിന്നെ ഒരു വീട് മാത്രം മനസ്സിൽ തെളിയ, ഒരു വീട് മാത്രം, ഒരു കൊട്ടാരം, അതിലേക്ക് പോകുന്ന വാതില്, അവിടെ വിളിക്കുന്ന ആളുകൾ, അതിനുവേണ്ടി ഇന്നാലില്ല പറയുന്ന കുറെ ലോകം, ഇതിനെക്കുറിച്ച് മാത്രം തെളിയുന്ന ഒരാഴ്ചത്തെ ജീവിതം കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു, 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ മരണപ്പെടും, ഇന്ന ദിവസം മരിച്ചിരിക്കും, എനിക്ക് വേണ്ടി അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ ആ മനുഷ്യന്റെ ഇന്നലകൾ എങ്ങനെയായിരുന്നു എന്ന് പഠിക്കും. ഇത് ആ മനുഷ്യനിൽ മാത്രമല്ല, ഈ നാട്ടുകാരായ നിങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളായിക്കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതൊരു മനുഷ്യനെന്നല്ല, നമുക്കിടയിൽ ജീവിക്കുന്ന ദാനധർമ്മങ്ങൾ, ധർമ്മിഷ്ഠരായ മനുഷ്യരുടെ ചരിത്രം എടുത്തു നോക്കി ഇതുപോലെ തന്നെ നമുക്ക് കാണാം. പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് എത്തുകയാണ്. റമദാനിന് മുമ്പ് നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധുക്കളായ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ ആ ആളുകൾ കഴിഞ്ഞ റമദാൻ വരെ നമുക്ക് എന്തു ആകട്ടെ, ഈ റമദാനിലെങ്കിലും നമ്മൾ കണക്കെടുക്കണം. സംഘങ്ങൾ, ജമാഅത്തുകൾ, നമ്മുടെ ജമാഅത്തൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു കണക്കെടുപ്പ് നടത്തണം. നമ്മുടെ ജമാഅത്തിലും പരിസരത്തിലും ഈ നാട്ടിൽ താമസിക്കുന്ന സാധുക്കളായ മനുഷ്യരുടെ ഒരു കണക്കെടുക്കണം. എന്നിട്ട് അവരിൽ എത്ര പേർക്ക് റമദാന് നോമ്പ് പിടിക്കാൻ കഴിയൂല, റമദാനിൽ ജോലിക്ക് പോകാതെ പട്ടിണിയായി പോകുമെന്ന് ഭയപ്പെടുന്ന മനുഷ്യരുണ്ടോ? അവർക്ക് വേണ്ടിയിട്ട് റമദാനിൽ പട്ടിണിയാവാതെ നോമ്പ് പിടിക്കാൻ വേണ്ട സഹായം നമ്മൾ മുമ്പേ കൊടുക്കണം. അതിന് ജമാഅത്ത് മുൻകൈയെടുക്കണം, പരിസരത്തുള്ള എല്ലാ ജമാഅത്തുകളും മുൻകൈയെടുക്കണം, സംഘടനകൾ, സംഘങ്ങൾ, ചെറുപ്പക്കാർ, കഴിയുന്നവരൊക്കെ മുൻകൈയെടുക്കണം. എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ പ്രതിഫലം തരും. അങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാത്ത ഏതെങ്കിലും ഒരു സാധുവിന് നമ്മുടെ പരിശ്രമം കൊണ്ടുള്ള സദഖ കാരണം നോമ്പ് നഷ്ടപ്പെടാതിരുന്നാൽ നമ്മുടെയൊക്കെ നോമ്പിന്റെ അവസ്ഥ അറിയാലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ സദഖകളിലൂടെയെങ്കിലും ഒരുപാട് മനുഷ്യർക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു വലിയ ഭാഗ്യം തരട്ടെ, വലിയ സൗഭാഗ്യം തരട്ടെ, വലിയ പ്രതിഫലം തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.